നമസ്കാരം. നമ്മുടെ പ്രതിരോധ രംഗത്തിന് ഏറ്റവും കൂടുതൽ ഗുണകരമാകാൻ പോകുന്ന ഒരു കണ്ടുപിടുത്തമാണ് IIT കാൻപൂരിലെ ചില ശാസ്ത്രജ്ഞർ നടത്തിയിരിക്കുന്നത്. സ്റ്റെൽത്ത് ടെക്നോളജി എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അതായത് റഡാറിനെ കബളിപ്പിക്കുന്ന സാങ്കേതികവിദ്യ. എൻ്റെ കഴിഞ്ഞ വീഡിയോയും സ്റ്റെൽത്തിനെ കുറിച്ച് തന്നെയായിരുന്നു. അതിൽ പറഞ്ഞത് ഒരു ഉപകരണം സാധാരണ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി നേടുന്നതെന്നും അങ്ങനെ നേടിയെടുത്ത സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയെ എങ്ങനെ അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റം ഉപയോഗിച്ച് കണ്ടുപിടിക്കാമെന്നുമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇവിടെ IIT കാൻപൂരിലെ ശാസ്ത്രജ്ഞർ മറ്റൊരു സാങ്കേതിക വിദ്യയാണ് സ്റ്റെൽത്തിനായി വികസിപ്പിച്ചെടുത്തത്. ഇത് ഒട്ടുമിക്ക റഡാർ സിസ്റ്റങ്ങളെയും കബളിപ്പിക്കാൻ പര്യാപ്തവുമാണ്. ഇനി ഇതിന്റെ മറ്റൊരു വകഭേദം എന്നുള്ളത് ഇതിലും തീവ്രമാണ്, അതായത് കണ്ണുകളിൽ നിന്ന് പോലും അദൃശ്യമാകാൻ കഴിയും. റഡാറുകളെ കബളിപ്പിക്കുന്ന ഈ സാങ്കേതിക വിദ്യയ്ക്ക് അനലക്ഷ്യ മെറ്റാമെറ്റീരിയൽ സർഫസ് ക്ലോക്കിംഗ് സിസ്റ്റം എന്നാണ് ശാസ്ത്രജ്ഞർ പേരിട്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ പരിശോധിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ റഡാർ സിഗ്നലുകളെ റിഫ്ലക്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. റഡാറിന്ന് പുറപ്പെടുവിക്കുന്ന സിഗ്നലുകൾ മൊത്തത്തിൽ അങ്ങ് അബ്സോർബ് ചെയ്തെടുക്കും. ഇങ്ങനെ ചെയ്യാനായി യുദ്ധോപകരണങ്ങളിൽ ചില കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. എന്നാൽ ഇവിടെ അത്തരം കോമ്പോസിറ്റ് വസ്തുക്കൾക്ക് പകരം മെറ്റാ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഒട്ടുമിക്ക അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റത്തിന്റെ സിഗ്നലുകൾ പോലും ഇവയ്ക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ ശേഷിയുണ്ട്. റഡാറിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന സിഗ്നലുകൾ ഏതെങ്കിലും വസ്തുവിൽ തട്ടി തിരിച്ച് എക്കോ ആയി ആ റഡാർ സിസ്റ്റത്തിലോട്ട് തിരിച്ചെത്തിയാൽ മാത്രമേ അതിന് ആ വസ്തുവിനെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇത്തരത്തിലുള്ള മെറ്റാ മെറ്റീരിയൽസ് അത്തരം റഡാർ സിഗ്നലുകളെ റിഫ്ലക്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല, പകരം അബ്സോർബ് ചെയ്യുന്നു. ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നതിന് പിന്നിലും ഇതേ ശാസ്ത്രം തന്നെയാണ്. പുറപ്പെടുവിക്കുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യണം. അതിൽ തന്നെ ഏത് കളറാണോ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആ കളറിലായിരിക്കും ആ വസ്തു കാണപ്പെടുക. ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു ലൈറ്റ് എന്ന് പറയുമ്പോൾ പല കളറും അടങ്ങിയിട്ടുണ്ട്. ഈ പല കളറുകൾക്കും പല വേവ് ലെങ്തുമായിരിക്കും. ചില വസ്തുക്കൾ ചില വേവ് ലെങ്തുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയും മറ്റു ചിലതിനെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഉദാഹരണം ആപ്പിളിന്റെ കാര്യത്തിൽ ചുമന്ന നിറത്തിലുള്ള കളർ മാത്രം റിഫ്ലക്റ്റ് ചെയ്യുന്നു, ബാക്കിയുള്ളവയെല്ലാം അബ്സോർബ് ചെയ്യുന്നു. അതുകൊണ്ട് ആപ്പിൾ ചുവപ്പായി കാണപ്പെടുന്നു. ഇനി റഡാറിനെയും ലൈറ്റിനെയും എല്ലാം കബളിപ്പിക്കാൻ കഴിവുള്ള വസ്തുവാണ് മെറ്റാ മെറ്റീരിയൽ. മെറ്റാമെറ്റീരിയൽസ് എന്നാൽ കൃത്രിമമായി നിർമ്മിക്കപ്പെടുന്ന വസ്തുവാണ്. പ്രത്യേകതരം അറ്റോമിക് സ്ട്രക്ചറിലാണ് ഇവ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യാനുസരണം ഇവയ്ക്ക് ശബ്ദതരംഗങ്ങളെ ആയാലും റഡാർ സിഗ്നലുകളെ ആയാലും ഇനി അതല്ല ലൈറ്റിൻ്റെ വേവ്സിനെ ആയാലും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ നമ്മുടെ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിരിക്കുന്നത് മെറ്റാമെറ്റീരിയൽസ് ഉപയോഗിച്ച് യുദ്ധോപകരണങ്ങൾക്ക് ഒരു പുറംചട്ട നിർമ്മിക്കുക എന്നതാണ്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഒട്ടുമിക്ക അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന സിഗ്നലുകളെ പോലും കബളിപ്പിക്കാൻ കഴിയും. ഇതിപ്പോൾ റഡാർ സിഗ്നലുകളെ കബളിപ്പിക്കുന്ന മെറ്റാമെറ്റീരിയൽസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി അതല്ല, ലൈറ്റുകളെ കബളിപ്പിക്കുന്ന മെറ്റാമെറ്റീരിയൽസ് കൊണ്ടുള്ള ഒരു ആവരണമാണ് ഒരു വസ്തുവിന് നൽകിയിരിക്കുന്നതെങ്കിൽ അതിനെ പിന്നെ അടുത്ത് കണ്ണുകൊണ്ട് നോക്കിയാൽ പോലും കാണാൻ കഴിയില്ല. സാധാരണ കേൾക്കുമ്പോൾ ഇതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായി തോന്നാം. അദൃശ്യനായി നിന്ന് യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് പുരാണങ്ങളിലും ഹോളിവുഡ് സിനിമകളിലുമൊക്കെ ചിലപ്പോൾ കണ്ടു കാണും. ഇതൊക്കെ യഥാർത്ഥ ജീവിതത്തിലും നടക്കാം എന്ന സ്ഥിതിയിലായി കാര്യങ്ങൾ. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് കുട്ടിക്കാലത്ത് കണ്ട ഒരു മലയാളം സിനിമയെക്കുറിച്ചാണ്. ജൈത്രയാത്ര എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അതിൽ കക്ക രവി എന്ന് പറയുന്ന ഒരു നടനാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നായകൻ അദൃശ്യനായി നിന്ന് ശത്രുക്കളെ നേരിടുന്നുണ്ട്. ഇത് അക്കാലത്തിറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണെന്ന് പറയപ്പെടുന്നു. മെറ്റാമെറ്റീരിയൽസ് ആണോ ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമല്ല. മെറ്റാമെറ്റീരിയൽസിനെ ആസ്പദമാക്കിയുള്ള പഠനങ്ങൾ 1960കളുടെ അവസാനത്തിലും 70കളുടെ തുടക്കത്തിലുമൊക്കെ ആരംഭിച്ചതാണ്. പക്ഷേ അന്നൊന്നും അതൊരു റിയാലിറ്റിയിലേക്ക് വന്നിട്ടില്ലായിരുന്നു എന്ന് മാത്രം. ഈ സിനിമ വളരെ പണ്ട് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാങ്കേതിക വിദ്യയൊന്നും ഇപ്പോൾ ഓർമ്മയിലില്ല. എന്നാലും ഉള്ളിലുള്ള ഒരു ഓർമ്മ വെച്ച് പറയാം. ഒരു ഇടിമിന്നൽ സമയത്തെ ഊർജം സംഭരിച്ച് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അദൃശ്യനാകുന്ന ഒരു ടെക്നിക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അന്ന് ആദ്യം ഇതൊക്കെ ഒന്ന് കണ്ടപ്പോൾ അമ്പരന്നെങ്കിലും പിന്നീട് ഇതൊക്കെ കള്ളമായിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് ഇതുവരെ വിശ്വസിച്ചു പോന്നിരുന്നത്. എന്തായാലും മെറ്റാമെറ്റീരിയൽസിനെ കുറിച്ച് കൂടുതൽ അറിയാനും വായിക്കാനും ഇടവന്നപ്പോഴാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് വീണ്ടും ഓർമ്മ വന്നത്. ഇന്ന് മെറ്റാമെറ്റീരിയൽസ് കൊണ്ടുള്ള പുറംചട്ട ധരിച്ച് അദൃശ്യനാകുന്ന ഡെമോൺസ്ട്രേഷനും മറ്റുമെല്ലാം ശാസ്ത്രലോകത്ത് ധാരാളം കണ്ടുവരുന്നുണ്ട്. ഏതായാലും അടുത്ത വർഷത്തോടെ റഡാർ സിഗ്നലുകളെ കബളിപ്പിക്കുന്ന മെറ്റാമെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള പുറംചട്ടകൾ ധരിച്ചുകൊണ്ടുള്ള യുദ്ധോപകരണങ്ങൾ ഇന്ത്യൻ സേനയുടെ ഭാഗമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. IIT കാൻപൂരിലെ ശാസ്ത്രജ്ഞർക്ക് അഭിനന്ദനങ്ങൾ. ജയ് ഹിന്ദ്.